രാജു പി നായർ കേരളം ഒരുപാട് പ്രതീക്ഷിച്ചു. 29 ആവശ്യങ്ങൾ ധനമന്ത്രി അവിടെ പോയി തന്നെ നിർമ്മലാ സീതാരാമന്റെ കയ്യിൽ എഴുതി കൊടുത്തു. ഒരെണ്ണം പോലും അനുവദിച്ചില്ല. മാത്രവുമല്ല, കടലാമ സംരക്ഷണ കേന്ദ്രം, ഒരു ധാതു ഇടതാഴി, ഒരു തീരദേശ സംരക്ഷണ പദ്ധതിയും പിന്നെ നാളികേര കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നാളികേര റീജുവനേഷൻ പദ്ധതി മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതും ധാതു ഇടനാഴി ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണെന്നുള്ള സംശയമുണ്ട്. സെൻസെക്സ് ഇടിഞ്ഞു. ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടമാണ്. വിപണി ഇടിഞ്ഞും തുടങ്ങി. പൊതുവെ ബജറ്റിൽ ഇപ്പോൾ കേട്ടെടുത്തോളം വലിയ നിരാശയാണ് നമുക്ക് ഉള്ളതെല്ലാം. കാരണം നമ്മുടെ സാമ്പത്തിക ഒരു അടിത്തറ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഇന്നത്തെ ബജറ്റിൽ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ കാണുന്നില്ല. BJP രാഷ്ട്രീയമായിട്ട് പറഞ്ഞാൽ കേരളത്തെ ഉപേക്ഷിച്ചോ എന്നുള്ളതും കൂടി പറയേണ്ടി വരും. ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ അതെ അതെ ഈ കേവലം ചർച്ചകളിലും TV-യിലൊക്കെ വന്ന് പറയുന്ന അതെ അതെ അങ്ങനെ പോലെ ഇതൊക്കെ ഒരു വളരെ ഫണ്ണി സ്റ്റേറ്റ്മെന്റ്സിനപ്പുറം മറ്റൊന്നും ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, ഒരു മാസം മുമ്പ് നടക്കുന്ന ബജറ്റിൽ BJPക്ക് കേരളത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗുണമെങ്കിലും ലഭിക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിരുന്നു. അതുപോലുമില്ല. പിന്നെ ഈ RRTSനെ സംബന്ധിച്ചും ഈ അതിവേഗ റെയിലിനെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ കുറേ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് കൂടിയുണ്ട്. മറ്റൊരു വിഷയമാണ്. പക്ഷേ എങ്കിലും നമുക്ക് കാര്യമായിട്ടുള്ള ഒരു പരിഗണനയും ഉണ്ടാവുന്നില്ല. കേരളത്തെ വല്ലാതെ അവഗണിക്കുന്ന ഒരു ബജറ്റാണ് പൊതുവെ കേരളത്തെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ഓൺ എ ലാർജർ നോട്ട് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കാര്യമായിട്ടുള്ള ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭയം എന്ന് പറയുന്നത് നമ്മുടെ MSME സെക്ടർ ഉൾപ്പെടെയുള്ളതാണ്. അവിടെ ഇപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയും കൂടി ഇല്ലാതെയാവുന്നതോടെ വാസ്തവത്തിൽ അത് ഇല്ലാതെയാവുകയാണ്. ഒരു ബജറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വരുന്നൊരു മറ്റേ നേരത്തെ അങ്ങനെയല്ലോ നമ്മുടെ ഗ്രാമസഭകൾ കൂടി നീക്കി വെച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടില്ല, വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ നമ്മുടെ സാധാരണ നേരത്തെ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി വെച്ചാൽ ഗ്രാമസഭകളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന ഡിമാൻഡായിരുന്നു. അതിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അതാണ് പലപ്പോഴും നേരത്തെ നിശ്ചയിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതൽ പിന്നീട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇത് മാറ്റി ബജറ്റ് ഡ്രിവൻ മാത്രമായിട്ട് മാറുന്നതോടുകൂടി നമ്മുടെ റൂറൽ എക്കണോമി അത് വല്ലാതെ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. നമുക്കൊന്ന്